നമസ്കാരം. ഞാൻ ഡോക്ടർ ഉദയ ഇമ്മാനുവൽ, പാലാ മരിയൻ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രിക് കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നു. ജൂൺ 6 കോംപ്ലിമെന്ററി ഫീഡിംഗ് ഡേ ആയി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ കോംപ്ലിമെന്ററി ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഹെൽത്ത് വർക്കേഴ്സിനും പേരൻസിനും ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഒരു ഡേയിലേക്കുള്ള തീമായി IAP സെലക്ട് ചെയ്തിരിക്കുന്നത് adequate, timely, safe and active feeding for all children, and this is for optimal growth and healthier tomorrow. എന്താണ് കോംപ്ലിമെന്ററി ഫീഡിംഗ്? അതായത് മുലപ്പാലിനോടൊപ്പം തന്നെ മറ്റ് ആഹാര പദാർത്ഥങ്ങളോട് കൂടി കുട്ടിക്ക് കൊടുക്കുന്നതിനാണ് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. അത് എപ്പോൾ നമുക്ക് തുടങ്ങാം? അതൊരു 6 മാസം 6 മന്ത്സ് വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അതായത് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ മറ്റു ഭക്ഷണം കൂടി കൊടുത്തു തുടങ്ങുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 6 മാസം? അതായത് കുഞ്ഞിന് മുലപ്പാലിൽ നിന്നുള്ള പ്രോട്ടീൻ, കാലറി ആൻഡ് അതർ ന്യൂട്രിയൻസ് മതിയാവും 6 മാസം വരെ. പക്ഷെ അതിനുശേഷം അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും മറ്റ് ഫുഡിൽ നിന്നുള്ള കാലറി, പ്രോട്ടീൻ, അയൺ ആൻഡ് അതർ ന്യൂട്രിയൻസ്, വൈറ്റമിൻ എ ഉൾപ്പെടെയുള്ള അതർ ന്യൂട്രിയൻസ് നമുക്ക് വേണ്ടതാണ്, കുഞ്ഞിന് വേണ്ടതാണ്. അപ്പോൾ നമുക്ക് 6 മാസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ ഈ ഫുഡ്, അതർ ഫുഡ്, ബാക്കിയുള്ള ഫുഡ് റിസീവ് ചെയ്യുന്നതിനുള്ള, സ്വീകരിക്കുന്നതിനുള്ള ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതും ഈ 6 മാസത്തിലാണ്. അതായത് കുഞ്ഞിന്റെ കഴുത്തുറയ്ക്കണം, ഹെഡ് കൺട്രോൾ വരണം. രണ്ടാമതായി കുഞ്ഞിന്റെ വായ, ചുണ്ട്, നാവ് എന്നിവയുടെ ചലനങ്ങൾ ഈ കുറുക്ക് അല്ലെങ്കിൽ മറ്റ് സെമി സോളിഡ്സ്, മറ്റ് ഫുഡ് സ്വീകരിക്കുന്നതിനുള്ള ഒരു പക്വത പ്രാപിക്കണം. അതുപോലെ തന്നെ കുഞ്ഞ് ഫുഡ് കാണുമ്പോൾ, ആഹാരം കാണുമ്പോൾ അത് സ്വീകരിക്കുന്നതിനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മറ്റ് ആന്തരാവയവങ്ങൾ, കുടലിന്റെയും കിഡ്നിയുടെയും ഒക്കെ മെച്യൂരിറ്റി ആർജിക്കുന്നതും പക്വത പ്രാപിക്കുന്നതും ഈ ഒരു 6 മാസത്തെ കാലയളവിലാണ്. ഈ ഫുഡ് കൈകാര്യം ചെയ്യുന്നതിനുള്ള പക്വത പ്രാപിക്കുന്നതും ഈ ഒരു 6 മന്ത് തുടങ്ങിയാണ്. ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡായിട്ട് എന്തൊക്കെ കൊടുത്തു തുടങ്ങാം എന്ന് നമുക്ക് നോക്കാം. 6 മാസം തുടങ്ങി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിനെ നമ്മൾ 8 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ബ്രസ്റ്റ് മിൽക്ക്, ബ്രസ്റ്റ് ഫീഡിംഗ് തുടരുക. രണ്ടാമതായി കുഞ്ഞുങ്ങൾക്കുള്ള സിറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. സിറിയൽസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, അതായത് നമ്മൾ കൊടുക്കുന്ന റാഗി അഥവാ പഞ്ഞപ്പുല്ല്, റൈസ്, ഗോതമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങൾ. അതുപോലെ തന്നെ കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ എന്നിങ്ങനെയുള്ള കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന ഫുഡ്. മൂന്നാമതായിട്ടുള്ളത് ലെഗ്യൂംസ് ആൻഡ് നട്ട്സ്, അതായത് പൾസസ്, അതായത് പയറുവർഗത്തിൽപ്പെട്ട ബീൻസ്, പീസ് തുടങ്ങിയ ഫുഡ്. അതുപോലെ തന്നെ നട്ട്സ്, കാഷ്യൂസ്, ബദാം എന്നിങ്ങനെയുള്ള നട്ട്സ്. നാലാമതായി ഡയറി പ്രൊഡക്ട്സ്, അതായത് മുലപ്പാല് കൂടാതെയുള്ള മറ്റ് പാലുൽപ്പന്നങ്ങൾ, അതായത് പനീർ, ചീസ്, കേർഡ്, യോഗർട്ട് എന്നിങ്ങനെയുള്ള മറ്റ് മിൽക്ക് പ്രൊഡക്ട്സ്. അഞ്ചാമതായി ഫ്ലഷ് ഫുഡ്, അതായത് ആനിമൽ ഫുഡാണ് ഈ ഫ്ലഷ് ഫുഡ് ഉദ്ദേശിക്കുന്നത്. ഫിഷ്, മീറ്റ്, ചിക്കൻ എന്നിങ്ങനെയുള്ളത്. നമ്മൾ പണ്ട് പറഞ്ഞതും പഠിപ്പിച്ചിരുന്നതും ഈ ആനിമൽ ഫുഡ്സ് നമ്മളൊരു 1 ഇയറോട് കൂടിയാണ്, അത് 9, 10, 11 മന്ത്സിനോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഇയർലി ഇൻട്രൊഡ്യൂസ്, നേരത്തെ തന്നെ തുടങ്ങാനാണ് WHO-യും IAP-യും റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്താണെന്നാൽ അത് പണ്ട് അത് അലർജിക്ക് കാരണമാകും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അത് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ആക്സെപ്റ്റൻസ് കുട്ടികൾക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ അലർജിക്ക് കുറവ് സാധ്യതയുമാണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇയർലി തന്നെ ഈ മീറ്റ് ഐറ്റംസ്, ഫിഷും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 6 മന്ത്, 6 മാസം പൂർത്തിയായി തുടങ്ങുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ കൊടുക്കേണ്ട രീതി വ്യത്യസ്തമാണെന്ന് മാത്രം. ഇനി അടുത്തതായി നമുക്കുള്ളത് എഗ്സ്. അടുത്ത ഫുഡ് ടൈപ്പാണ് എഗ്, മുട്ട. അത് കഴിഞ്ഞിട്ടുള്ളത് വൈറ്റമിൻ എ റിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് യെല്ലോ ആൻഡ് ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഉദാഹരണമായി ക്യാരറ്റ്, പപ്പായ, മത്തങ്ങ എന്നിങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ലാസ്റ്റ് ഐറ്റം അതർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് മറ്റ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ഡയറ്റിൽ ഈ മുലപ്പാലിനോടൊപ്പം തന്നെ ബാക്കി 7 വിഭാഗത്തിലുള്ളതിൽ അറ്റ്ലീസ്റ്റ് മിനിമം 4 വിഭാഗത്തിൽപ്പെടുന്ന ഫുഡെങ്കിലും ഒരു ദിവസം കൊടുത്തിരിക്കണം. അതിന് മിനിമം ഡയറ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. എങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലാ ന്യൂട്രിയൻസിന്റെയും ഒരു ഓപ്റ്റിമൽ, ഒരു കറക്റ്റ് അളവിൽ കുഞ്ഞിന് കിട്ടുകയുള്ളൂ. കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അത് വളരെ അത്യാവശ്യമാണ്.
ഇനി നമ്മൾ ഈ ഫുഡ് ഇത്രമാത്രം ഫുഡ് ഐറ്റംസ് പറഞ്ഞു. ഇനി ഈ ഫുഡ് എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് നോക്കാം. അതായത് 6-ാം മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ 6-7 മാസങ്ങളിൽ തിൻ പ്യൂരി, അതായത് കുഴമ്പ് രൂപത്തിലുള്ള കുറുക്കായിട്ടാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. അതിനുശേഷം അതപ്പോ ബ്ലെൻഡർ യൂസ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ആ കുറുക്കിന്റെ തിക് പ്യൂരി, കുറച്ചുകൂടെ കട്ടിയുള്ള കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നു. അതിനുശേഷം ചെറുതരികളോട് കൂടിയ മാഷ്ഡ് ആയിട്ട്, അതായത് ഉടച്ചുള്ള ഫുഡ് കൊടുക്കുക തുടങ്ങുന്നു. അതിനുശേഷം തരികളുടെ ആ ഒരു 8 മാസം തുടങ്ങി തരികളോട് കൂടി കൊടുക്കാം. അതിനുശേഷം തരികളുടെ ആ ഒരു സൈസ് കൂട്ടാം. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് പെറുക്കി കഴിക്കാവുന്ന രീതിയിലുള്ള സോഫ്റ്റ് ഫുഡ് ആ ഒരു ചോപ്ഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1 വയസ്സാകുമ്പോൾ ഫാമിലി ഫുഡ് കുഞ്ഞുങ്ങൾക്ക് നോർമൽ ഡെവലപ്മെന്റ് ഉള്ള ഒരു കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഡെവലപ്മെന്റൽ മെച്യൂരിറ്റി, അവരുടെ ആ ഒരു പക്വത പ്രാപിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ ഫുഡിന്റെ ഈ ഒരു ടെക്സ്ചർ, ഈ ഒരു രീതി നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് അളവിൽ കൊടുക്കാം, അളവ് എങ്ങനെയാ, എത്ര തവണ കൊടുക്കാം? അപ്പോൾ നമ്മൾ ആദ്യമായി ഒരു കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ, ഒരു ഐറ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ആദ്യം അല്പ അളവിൽ ഉച്ചയ്ക്ക് ബിഫോർ നോൺ കുഞ്ഞിന് ഒരല്പ അളവിൽ കൊടുത്തു നോക്കുക. എന്തെങ്കിലും അസ്വസ്ഥതകളോ അലർജീസോ ഉണ്ടോ എന്നൊന്ന് വെയിറ്റ് ചെയ്യുക, നോക്കുക. കുഴപ്പമില്ലാന്ന് തോന്നുവാണെങ്കിൽ അടുത്ത ദിവസം മുതൽ കുഞ്ഞ് കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. സാധാരണ രീതിയിൽ തുടക്കത്തിൽ 6 മാസമൊക്കെ ആകുമ്പോൾ തുടങ്ങുന്നത് 2-3 ടേബിൾ സ്പൂൺ അളവിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് ഗ്രാജുവലി വളരെ സാവധാനത്തിൽ അതിൻ്റെ അളവ് കൂട്ടി 125 ml വരെ നമുക്കൊരു 6-7-8 മാസങ്ങളിൽ കൊടുക്കാവുന്നതാണ്. ഇത് മിനിമം ഒരു 2-3 തവണയെങ്കിലും ഒരു ദിവസം കൊടുക്കാം. ആദ്യത്തെ 1-2 ആഴ്ച ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം മിനിമം ഒരു 2-3 തവണയെങ്കിലും ഒരു ദിവസം മീൽസ് കൊടുക്കേണ്ടതാണ്. കുഞ്ഞിന്റെ വിശപ്പ് അനുസരിച്ച് 1-2 സ്നാക്സും ഇതിനിടയ്ക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ 8 മാസത്തിന് ശേഷം നമുക്ക് ഈ അളവ് ഒരു 125-150 മില്ലിയോളം കൊടുക്കാം. അതോടൊപ്പം തന്നെ തവണകളും കൂട്ടിക്കൊണ്ടുവരേണ്ടതാണ്. അതായത് ഒരു 3-4 തവണ, 2-3 എന്നുള്ളതിൽ നിന്ന് ഒരു 3-4 തവണ ഒരു ദിവസം മിനിമം ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ 1 വയസ്സാകുമ്പോൾ ഇതിന്റെ അളവ് വീണ്ടും കൂട്ടാവുന്നതാണ്. ഒരു 175 മുതൽ 200-250 മില്ലിയോളം ഒരു നേരം കുഞ്ഞിന് കഴിക്കാവുന്നതായിരിക്കും. അത് ഓരോ കുഞ്ഞിനും കുറച്ച് വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് നമുക്കത് ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ മിനിമം ഒരു 3-4 തവണയെങ്കിലും ഒരു ദിവസം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഫുഡ് ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും വളരെ വൃത്തിയുള്ള രീതിയിലായിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും, അതായത് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് നല്ല കവർ ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാൻ. പരമാവധി ഫ്രഷ് ആയിട്ട് തന്നെ അതുപോലെ അതേപടി തന്നെ ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റോർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് തന്നെ അത് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഫീഡിങ്. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരു യുദ്ധക്കളമായി മാറാറുണ്ട്. അങ്ങനെയല്ല, ഇത് കൊടുക്കുന്നവർക്കും കുഞ്ഞിനും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഫോഴ്സ് ചെയ്താണ് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. അവർ എൻകറേജ് ചെയ്യുക, പക്ഷേ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫീഡിങ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ യൂസ് ചെയ്ത് നമ്മൾ പലപ്പോഴും മൊബൈല്, TV ഒക്കെ കാണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. കാരണം അത് മുന്നോട്ടുള്ള കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് അത് സാരമായി ബാധിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ എക്സ്ട്രാ ഷുഗറോ സോൾട്ടോ ആഡ് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ ഫുഡ് സ്പൈസി ആവാനും പാടില്ല. കാരണം അവരുടെ കിഡ്നിക്ക് ഈ സോൾട്ടും അധികമുള്ള പ്രിസർവേറ്റീവ്സും മാനേജ് ചെയ്യാനായിട്ട് പാടാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ്, ഔട്ട്സൈഡ് ഫുഡ്, പ്രിസർവേറ്റീവ് ഉള്ള ഫുഡ്, നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്നിവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കുക. പിന്നെ വിശപ്പ് പോകുന്ന രീതിയിലുള്ള ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, ടോഫീസ്, ഫ്രൂട്ട് ജ്യൂസസ് എന്നിവയും കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങൾ വിക്കിപ്പോകാൻ സാധ്യതയുള്ള, അതായത് നട്ട്സ്, റംബുട്ടാൻ, അതുപോലെ തന്നെ കൊടുക്കുന്നത് ഗ്രേപ്സ്, അതുപോലെ തന്നെ കുക്ക് ചെയ്യാത്ത ക്യാരറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കുഞ്ഞിന് കൊടുത്താൽ അത് ചോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡും കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ കണ്ടു.
അപ്പം നമ്മൾ ഏത് പ്രായം മുതൽ 6 മാസം തുടങ്ങി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ കൊടുക്കണമെന്ന് കണ്ടു, എന്തൊക്കെ ടൈപ്പ് ഫുഡ് നമ്മൾ കണ്ടു. അപ്പോൾ മിനിമം ഡയറ്റ് ഡൈവേഴ്സിറ്റി, അതായത് ഈ പറഞ്ഞ വ്യത്യസ്ത ഫുഡ് വിഭാഗത്തിൽ പെടുന്ന മിനിമം 5 ടൈപ്പ് ഫുഡ്, അതായത് 4 ടൈപ്പ് ഫുഡ് മുലപ്പാലിനോടൊപ്പം തന്നെ കൊടുക്കേണ്ടതാണ്. മുലപ്പാൽ 2 വയസ്സ് വരെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര അളവിൽ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. 6 മാസം തുടങ്ങി നമ്മൾ എത്ര അളവിൽ കൊടുക്കണം, അത് കൂട്ടി കൊണ്ടുവരണം, എത്ര തവണകൾ കൊടുക്കണമെന്ന് നമ്മൾ കണ്ടു. അപ്പം അത് നമ്മൾ പ്രാവർത്തികമാക്കുക. അതൊരു പ്ലാൻഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക. അത് 2 പേർക്കും, കുഞ്ഞിനും അമ്മയ്ക്കും, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുട്ടികൾ വളരട്ടെ. താങ്ക് യു.